ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷ് ദേഷ്യം വന്ന് നമ്മുടെ നിധിയുടെ കയ്യിൽ ഒരു പിടുത്തം പിടിക്കുന്നുണ്ട് കേട്ടോ. പിടിച്ചിട്ട് പറയാം, വാ നമുക്ക് പോയി ചോദിക്കണം, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നേരെ അവന്മാർ നിൽക്കുന്ന ആ റോഡ് സൈഡിൽ പോവാട്ടോ, അഖിലും കൂട്ടരും ഒക്കെ. എന്നിട്ട് ആദ്യം ചെന്ന് അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ആഹാ, ഇതാരാ വന്നത്? അഞ്ജലിയോ? അപ്പം തന്നെ നമ്മുടെ സുധീഷിനെ ദേഷ്യം എരമ്പിച്ചു. നമ്മുടെ ആ കൈകളിങ്ങനെ വിട്ടിട്ട് നിധിയുടെ കൈ വിട്ടിട്ട് ആദ്യം ഒരു ഒറ്റ ചവിട്ട് അവന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ അവൻ തെറിച്ച് വീഴാണ്. അങ്ങനെ കൂട്ടാളികളും എല്ലാവരും കൂടെ ചേർന്ന് വന്ന് തിരിച്ചടിക്കാൻ പോവാ. എന്തിനാടാ എന്നെ തല്ലിയത്? എടാ, ഇതുപോലെയുള്ള വൃത്തികേട് പറഞ്ഞാൽ നിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത്? അപ്പോൾ അഖിൽ പറയാ, പിന്നല്ലാതെ ഞാൻ എന്ത് പറയണമെന്നാ നീ പറയുന്നത്? പറ. അല്ലെങ്കിൽ തന്നെ 5 ആണുങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഒരു പെണ്ണ് മാത്രം താമസിക്കുമ്പോൾ അവളെ അഞ്ജലി എന്നല്ലേടാ വിളിക്കേണ്ടത്? അത്രയേ ഞാൻ വിളിച്ചോളൂ. ഇനി നിൻ്റെ നാവ് അങ്ങനെ വിളിക്കാൻ പൊങ്ങരുത്. പറഞ്ഞ കേട്ടോന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയിട്ടോ ആടി. അപ്പോൾ സുമേഷ് വിട്ടുകൊടുക്കുമോ? സുനിധി. ഇതിനിടയ്ക്ക് നമ്മുടെ നികേഷിൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് എവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നതാ. അതും കൂടെ എടുത്തുകൊണ്ട് മാറി അടി തുടങ്ങി. എല്ലാവന്മാർക്കും ഇട്ട് ചാമ്പാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അവസാനം സുധീഷിനൊരു ഇടി കിട്ടുന്നുണ്ട്. നേരെ ചെന്ന് വീണ ഹരീഷിൻ്റെ ബൈക്കിലേക്കാണ്. ഹരീഷ് അപ്പോഴേക്കും വർക്ക്ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ അഖിലിനെ എടുത്തിട്ട് പൊരിക്കുക കേട്ടോ. അടി ഏകദേശമൊക്കെ കുറേ ആയി. അടി കൊണ്ട് നമ്മുടെ അഖിലാണെങ്കിൽ തളർന്നും തുടങ്ങി. അപ്പോഴാണ് ഭാസ്കരൻ അതുവഴി വരുന്നത് സൈക്കിളും കൊണ്ട്. ഇവിടെ ഈ തെരുവിൽ കിടന്ന് ഈ അടി ഉണ്ടാക്കുന്നത് ആരാന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സൈക്കിൾ നിർത്തി ഇറങ്ങി നോക്കുമ്പോൾ തൻ്റെ മക്കളാട്ടോ. ഇവന്മാരെന്തിനാ ഈ അടി കൂടണേന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അതിൻ്റെ കൂടെ ഓടി ചെല്ലുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരൊക്കെ നോക്കി നിൽക്കല്ലേ. ഭാസ്കരന് ദേഷ്യം വരുന്നുണ്ട്. ഭാസ്കരനാണെങ്കിൽ നാട്ടുകാരോട് ചോദിക്കുക, നിങ്ങൾ എന്താ ഇവിടെ നോക്കി നിൽക്കുന്നത്? ഒരു കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണാവട്ടെ വഴിവെക്കിൽ നിൽക്കുമ്പോൾ അസഭ്യം പറഞ്ഞ് രസിച്ച് ചിരിക്കുന്നവന്മാരെ കണ്ട് നിങ്ങൾ നോക്കി നിന്നല്ലേ, എന്നിട്ട് ഇപ്പം ഇതും നോക്കി നിൽക്കുന്ന നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? നിങ്ങളുടെയൊക്കെ കുടുംബത്തിലെ പെൺപിള്ളേരാണെങ്കിൽ ഇങ്ങനെ പറയോ? എൻ്റെ വീട്ടിലെ മരുമോളെ പറയാൻ നിനക്കൊക്കെ എന്താടാ അവകാശമൊന്നും? കൊടുക്കടാന്നും പറഞ്ഞുകൊണ്ട് മക്കളെ കൊണ്ട് വീണ്ടും തല്ലിക്കാട്ടോ. ഭാസ്കരനെ വിട്ടുകൊടുക്കണില്ല. എല്ലാത്തിനും ശരിക്കും അടിക്കുക, അച്ഛനും മക്കളും എല്ലാവരും കൂടെ. എന്നിട്ട് തിരിച്ച് നിധിയെ പിടിച്ച് അടുത്തുകൊണ്ട് ഇനിമേലിൽ അവനെ ഇവിടെ ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. നിധിയും ഇതിനിടയ്ക്ക് പറയാനുണ്ട് കേട്ടോ, സുധീഷേ അവൻ്റെ പല്ലടിച്ച് താഴെയിട്. ഇനി ഒരൊറ്റ പെണ്ണിനോടും എന്നോടൊന്നല്ല വേറൊരു പെണ്ണിനോട് പോലും ഇനി മോശമായിട്ട് ഇവൻ വാ തുറന്ന് ഇങ്ങനെ പറയാനുള്ള ഇട വരുത്തരുതെന്ന്. അതും കൂടെ കേൾക്കുമ്പോൾ സുധീഷ് പിന്നെ വിട്ടുകൊടുക്കുമോ? എല്ലാവരും കൂടെ ചേർന്ന് അടിച്ച് പഞ്ചറാക്കിയിട്ടോ അവന്മാരെ. അവസാനം അവന്മാർ ജീവനും കൊണ്ട് ഓടി. അപ്പം തിരിച്ച് ഇവരും പറയാനുണ്ട്, ഇനി വീട്ടിൽ വരാട്ടോ എല്ലാവരും കൂടെ. എന്നിട്ട് നിധിക്ക് ആദ്യം ഒരു ശകാരം കൊടുക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി എന്നല്ലേ പറഞ്ഞേ? അപ്പം നികേഷ് പറയുന്നുണ്ട്, അതേ ഏട്ടാ, ഞാൻ കോളേജിലേക്ക് പോകുന്ന സമയത്ത് അന്ന് ഏട്ടത്തിയുടെ കൂടെ പോയില്ലേ, അന്ന് വഴിവെക്കിൽ വെച്ച് ഇവൻ ഇതേ സംഭാഷണം എടുത്തു. അന്നേ പറയണ്ടായിരുന്നോടോ ഇതൊക്കെ? അതിന് ഏട്ടത്തി സമ്മതിക്കണ്ടേ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും ജയിലിൽ പോയി കിടക്കണമെന്നും എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് പറയാത്തത്. ഏട്ടത്തി എന്നെക്കൊണ്ട് സത്യം ചെയ്ത് വാങ്ങിക്കുകയും ചെയ്തു. മോളെ, നീ ചെയ്തത് വലിയ തെറ്റാ. തുടക്കത്തിലെ അവൻ താക്കീത് കൊടുത്തിരുന്നെങ്കിൽ അവൻ വീണ്ടും ഇത് ആവർത്തിക്കുമായിരുന്നോ? ഈ വലിയ പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നോ? അത് എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് പറയാം. അല്ലെങ്കിൽ തന്നെ അവനൊക്കെ ഇടിച്ച് അന്നേ ശരിയാക്കേണ്ടതായിരുന്നു. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, ശരി, അന്നേ വലിയ പ്രശ്നത്തിൽ പോയി ഇടിച്ച് അവൻ്റെ പല്ല് ഒടിച്ച് കൈയും കാലും ഒടിച്ചിട്ടിരുന്നെങ്കിലേ ഇപ്പോൾ ജയിലിൽ പോയി കിടക്കാമായിരുന്നു സുധീഷിന്. അത് വേണോ വേണ്ടയോ? ഇതിലും ഭേദം അതായിരുന്നു. അന്തസ്സ് കേട്ടവന്മാർ. അവൻ്റെയൊക്കെ കുടുംബത്തിലും ഇല്ലേ പെണ്ണുങ്ങൾ? അവൻ്റെ എടാ ഹരീഷേ, അവൻ്റെ സഹോദരിയല്ലേ നീ കന്യെ സ്നേഹിക്കുന്നത്? നാളെ ഒരു സമയത്ത് നീ കല്യാണം കഴിച്ചാലോ? നാളെയും അവൻ ഈ കുടുംബത്തിൽ കയറുന്ന ഇത് തന്നെയല്ലേ ആവർത്തിക്കുള്ളൂ. അപ്പോൾ പിന്നെ കൊടുത്തത് ശരിയല്ലേ? ശരിയാണ് ഏട്ടാ, അങ്ങനെ തന്നെ വേണം ഏട്ടത്തി. അല്ലാതെ അവൻ ഏട്ടത്തിയോടൊന്നല്ല ഒരു പെൺപിള്ളേരുടെ അടുത്തും ഇങ്ങനെ പറയാൻ പാടില്ല. അവൻ്റെ വീട്ടിലും അമ്മയും പെങ്ങളും ഉള്ളതല്ലേ. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെയാണോ പറയുന്നത്? അല്ലല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമോ എന്തോ. അപ്പോൾ നീ എന്നാലും മോളെ, മോക്കെന്തേലും വിഷമമുണ്ടോ എന്ന് സുമേഷ് വന്ന് ചോദിക്കുമ്പോൾ നിധി പറയാനുണ്ട്, എന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്ക് അഭിമാനമേ ഉള്ളൂ. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അത് നേരിട്ട് ചെന്ന് ചോദിക്കാൻ വേണ്ടി എനിക്ക് ഇത്രയും പേരുണ്ടായിരുന്നില്ലേ? എനിക്കും ചോദിക്കാൻ ആളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? എനിക്ക് സന്തോഷമായി എന്നിങ്ങനെ പറയുമ്പോൾ സുധീഷിൻ്റെ മനസ്സിലൊരു ലെഡ് പൊട്ടിയിട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അഖിൽ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കട്ടോ. കാരണം കൈയും കാലും വയ്യാണ്ട് ഇടി കൊണ്ടാണല്ലോ വീട്ടിൽ ചെന്നത്. അവിടെയാണെങ്കിൽ നീതു അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് തീരെ പിടിക്കുന്നില്ല. റിമോട്ട് വാങ്ങിച്ച് ടി വി അണയ്ക്കാട്ടോ. എന്തിനാ അമ്മയെ ടി വി അണച്ചത്? ഞാൻ ഇച്ചിരി കണ്ടോട്ടെ, എനിക്കറിയാടി നീ എന്താ കണ്ട് രസിക്കണേന്നൊക്കെ. എന്ത് കണ്ട് രസിക്കുന്ന?
മര്യാദയ്ക്ക് വീട്ടിലെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യടി എന്ന് പറഞ്ഞ് നീതുവിനെ വഴക്ക് പറയുകയാണ്. അപ്പോൾ ആ സമയത്താണ് അഖിൽ വരുന്നത്. അഖിലിൻ്റെ മുഖമൊക്കെ പഞ്ചറായിരിക്കുന്ന കാരണം അമ്മ ഓടി ചെന്ന് കരച്ചിലും നിലവിളിയൊക്കെ ആയി എന്താടാ നിനക്ക് പറ്റിയെന്ന്. അപ്പോഴാണ് അവൻ പറയണത് ഇവള് കാരണമാണ് എനിക്കിതൊക്കെ പറ്റി. ഞാൻ കാരണമോ? ഞാൻ എന്താടാ നിന്നെ ചെയ്തത്? നീ ഒരുത്തിനെ പ്രേമിക്കണമെന്ന് പറഞ്ഞ് നടക്കില്ലേ? അവൻ്റെ വേറെ കുറേമാരുണ്ടല്ലോ, അനിയന്മാർ ചേട്ടന്മാർ എല്ലാവരും കൂടെ എന്നെ തെരുവിലിട്ട് തല്ലി ചതച്ചു. അയ്യോ, എന്തിനാണ് തല്ലി ചതച്ചത്? അവരങ്ങനെ ചെയ്യില്ല അമ്മേ. ആര് പറഞ്ഞിട്ട്? നീ അവന്മാർ ചെയ്തതിന് വീണ്ടും അവന്മാരുടെ സപ്പോർട്ട് എന്തിനാടി നിൽക്കണമെന്ന് ചോദിക്കാട്ടോ. അപ്പോൾ നീ ഇത് പറഞ്ഞ എന്തെങ്കിലും തെറ്റ് ഇവൻ ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ അവരൊന്നും ചെയ്യില്ല. എന്ത് തെറ്റ് ചെയ്തെന്നാ? ഞാനേ എൻ്റെ പെങ്ങളെ പിറകെ നടക്കരുത് എന്ന് മാത്രമേ ഞാൻ അവന്മാരോട് പറഞ്ഞുള്ളൂ. അതിനാണ് ഇങ്ങനെ തല്ലിയത്. അത് ശരി, അതിനാണോടാ നിന്നെ ഇങ്ങനെ തല്ലിയത്? അയ്യോ, ദേഹം മുഴുവനും പൊട്ടി പാളീസായല്ലോ ഈശ്വരാ, ഇങ്ങനെ എടുത്തിട്ട് തല്ലി ചതച്ചു. കണ്ടോ നിൻ്റെ ഏട്ടനും അവന്മാരെ ചെയ്തത് കണ്ടോടി എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് തുടങ്ങി. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ആളുകളെല്ലാവരെയും വിളിച്ചു കൊടുത്തു. ശിവ, ഹരി, ഓടി വാടാ, പിന്നെ നമ്മുടെ കൗൺസിലറേയും വിളിക്കണം എന്ന് പറഞ്ഞ് കൗൺസിലറിനെയും ഒക്കെ വിളിച്ചും കൊണ്ട് വരുവാട്ടോ. ഇതെന്തായാലും അവിടെ പോയി ചോദിക്കണം. അങ്ങനെ വഴിവെക്കിലിട്ട് എൻ്റെ മോനെ തള്ളാൻ അവനാരാ? ഒരു കാര്യം ചെയ്യും, പോലീസിലും കൂടെ അങ്ങ് പരാതി കൊടുക്കാം. പോലീസും കൂടെ വരട്ടെ. അങ്ങനെ ഇവർ പോലീസിൽ പരാതി കൊടുക്കാട്ടോ. ഇവന്മാർ നട റോഡിലിട്ട് തല്ലിയെന്നും പറഞ്ഞും കൊണ്ട് കൗൺസിലർ ഇവരെ വാക്കും കേട്ടും കൊണ്ട് നേരെ ഇവരെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഇവിടെ വന്നോടനെ എടാ ഇറങ്ങി വാടാ ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവർ വിളിക്കുകയാണ്. ഹോട്ടലിൽ വന്നിറങ്ങി അകത്തിരുന്ന സുധീഷും നികേഷും ഇത് ആരാ വന്നേന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇവരാണ്. അപ്പോൾ സുധീഷും സുമേഷും കൂടെ വെളിയിലേക്ക് ഇറങ്ങി എന്താ? അപ്പോൾ തന്നെ ഭാസ്കരനും എത്തിയിട്ടുണ്ടേ. എന്ത് വേണമെന്നോ? തൻ്റെ മക്കളെ എൻ്റെ മോനെ തല്ലി ചതച്ചത് കണ്ടില്ലേ? ഓ അത്രയേ ഉള്ളൂ. തല്ലി ചതച്ചിട്ടുണ്ടെങ്കിൽ അവനത് അർഹപ്പെട്ടതാണ്. അവന് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തല്ല് കിട്ടിയത്. എന്താടാ പറഞ്ഞത്? ഇത്രയൊക്കെ ആയിട്ടും തല്ലും അടിച്ചിട്ടും നമ്മൾ ന്യായം പറയണോ എന്നും പറഞ്ഞ് തുടങ്ങട്ടോ. അപ്പോൾ കൗൺസിലർ ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ നിന്ന് നിൽക്കുന്ന കാണുന്നില്ലേ നിങ്ങൾ? ഓ ഞാൻ കാണുന്നുണ്ടേ. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാനും നേരമുള്ള മനുഷ്യ. ഓരോ സ്ഥലത്തെ അപ്പുറത്താണെങ്കിൽ ആ ഒരു തെരുവിൽ അവിടുത്തെ വെള്ളം പൊട്ടി പൈപ്പിൽ ലൈൻ പൊട്ടി വെള്ളം കളയുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നോക്കാനില്ല. അതിൻ്റെ അപ്പുറത്തൊരു ഫ്ലാറ്റിലാണെങ്കിലോ അവിടെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് നേരെ മാലിന്യ ജലം ഒഴുകുന്നത് അങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതിൻ്റെ കാര്യം നോക്കുകയാണെന്ന് നിങ്ങൾക്ക് നേരെയില്ല. നിങ്ങൾ ഈ ഒരു കേസിൽ ഇവന്മാരെ തരികിട പിടിച്ചവന്മാരെ പുറകെ നടക്കണം നിങ്ങളുടെ പണി. കണ്ടോ കൗൺസിലറെ പറയുന്ന കണ്ടില്ലേ? ഇവൻ കൗൺസിലർ നിന്നിട്ട് പോലും അഹങ്കാരം കണ്ടില്ലേ? അപ്പോൾ സുധീഷും സുമേഷും കൂടെ ചോദിക്കണം, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? പറ. ഇവൻ എന്ത് തെറ്റാടാ ചെയ്തത്? അവർ സഹോദരിയുടെ പിന്നാലെ നടന്ന അത് തെറ്റാണോ? അത് പറഞ്ഞതാണോ നിനക്കൊക്കെ തെറ്റ്? ഓ അപ്പോൾ അതാണല്ലേ കാര്യം? അതിനാണോ ഞങ്ങൾ അവനെ തല്ലിയത്? ഇങ്ങനെയാണോ നിങ്ങൾ അറിഞ്ഞു വച്ചിരിക്കുന്നത്? എടാ നീയൊക്കെ അഹങ്കരിക്കുന്നതൊക്കെ നിൻ്റെ അടുത്ത് മതി. ചെറ്റ കുടുംബം, മഹാപന്ന കുടുംബതയെ സംസാരിച്ച് പോവരുത് ഞങ്ങളെ കുടുംബത്തെപ്പറ്റി. അപ്പോൾ നമ്മുടെ നിധി അവിടെ നിന്ന് ഇറങ്ങി വരുവാണ് കേട്ടോ. അപ്പോൾ തന്നെ നികേഷ് പറയാം, വേണ്ട ചേച്ചി, അവർ സംസാരിച്ച് തീരുമാനിച്ചോട്ടെ ചേച്ചി, എൻ്റെ ഇടയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് നിധീനെ പിടിച്ച് അവിടെ നിർത്താണ്. ആ സമയത്ത് കൗൺസിലർ വീണ്ടും പറഞ്ഞുണ്ട്, അതെ ഭാസ്കര പറയണകൾ ഇവന്മാരെ എന്തിനാ തല്ലിയത്? ഇവരെ തല്ലിയിട്ടുണ്ടെങ്കിൽ കാരണം ഉണ്ടെന്നേ. നിങ്ങളുടെയൊക്കെ വീട്ടിലെ സ്വന്തം അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? ഒരു പെങ്കൊച്ചിനെ മോശമായിട്ട് എൻ്റെ വീട്ടിലെ മരുമകളെ മോശമായിട്ട് സംസാരിച്ചാൽ ഞാൻ വെറുതെ വിടും. അതുകൊണ്ടാണ് ഞാൻ അവനെ തല്ലിയത്. അപ്പോൾ തന്നെ സുധീഷ് പറയാം, എൻ്റെ ഭാര്യനെ മോശം പറഞ്ഞു അവൻ, അതുകൊണ്ടാണ് ഞാൻ അവനെ തല്ലിയത്. ഓ എന്ത് മോശമാടാ പറഞ്ഞത്? പിന്നെ ഭയങ്കര മോശമായിപ്പോയി എന്നും പറഞ്ഞും കൊണ്ട് അഖിലിൻ്റെ അമ്മയും അച്ഛനും കൂടെ കേട്ടോ വിട്ടുകൊടുക്കില്ല. കാരണം ഇവരെന്താണെന്ന് അറിയണില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ അഖിലിൻ്റെ അമ്മ പറയാം, എടാ നീയൊക്കെ എൻ്റെ മകനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെ നീയൊക്കെ ഇപ്പോൾ ജയിലിൽ പോയി കിടക്കും. ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അകത്ത് നിൽക്കണ നിധി പേടിച്ചു പോവാട്ടോ. ഇനിയിപ്പോൾ പ്രശ്നങ്ങളാവൂലേ, ഞാൻ പോയി സംസാരിക്കണോ? വീണ്ടും നികേഷ് അവിടെ പിടിച്ച് നിർത്തുകയാണ്. ആ സമയത്ത് പറഞ്ഞു തീർന്നില്ല. അപ്പോൾ ഉമേഷ് പറയാണ്, വരട്ടെ, പോലീസ് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കുക. പിന്നെ ഞങ്ങളങ്ങ് എന്തെങ്കിലും നിങ്ങൾ പറയണം കേട്ടും കൊണ്ട് പോലീസ് എന്നെ നമ്മളെ പിടിച്ച് ജയിലിടാനല്ലേ പോകണം. അതിനല്ലേ ഇവിടെ പോലീസും പട്ടാളമൊക്കെ ഉള്ള, നിങ്ങൾ പറയണം കേൾക്കാൻ എന്നും പറഞ്ഞ് ഭാസ്കരന് വിട്ടുകൊടുക്കണില്ല കേട്ടോ. സോ ഇവർക്ക് പ്രാന്തമായി. ഇത്രയൊക്കെ ചെയ്തിട്ട് അവർ ന്യായം പറയണ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ. അപ്പോഴാണ് ഈ പോലീസ് വരുന്നത് കേട്ടോ. പോലീസ് വന്നിട്ട് എന്താടാ ഇവിടെ പ്രശ്നം? എന്താടാ ഈ ചെറുക്കനെ നീയൊക്കെ എന്തിനാടാ ഇവിടെ ആയിട്ട് തല്ലി തേച്ചത് എന്നൊക്കെ അങ്ങ് തുടങ്ങി. സാർ കാര്യം അറിയാണ്ടാണ് നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്നത്. എടാ കാര്യം അറിഞ്ഞോ ഇല്ലേ? നിയമം കയ്യിലെടുക്കാൻ നിനക്കൊന്നും ഒരു യോഗ്യതയില്ല. അതിനൊക്കെ പോലീസുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണം. തെരുവിൽ കിടന്ന് തല്ലി ചതയ്ക്കുകയല്ലേ വേണ്ടത്. എല്ലാത്തിനും ഞാനിപ്പോൾ പിടിച്ച് അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് ഇങ്ങോട്ട് മുന്നോട്ട് വരുവാട്ടോ. ഇത് കണ്ടിട്ട് അഖിലിൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിച്ച് നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിലെ. ടീച്ചറുടെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്